പിന്നെ എന്താ വെച്ചാൽ ഇതൊരു ഒറ്റ പരിപാടി ആയിരുന്നില്ലല്ലോ, ഇതൊരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് 250-300 ആൾക്കാരെ പാർക്ക് ചെയ്തു തൃശ്ശൂര്. അതില് 52-60 പേര് സെലിബ്രിറ്റീസാ, ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാർ റിലേറ്റീവ്സ്, ഇവരെല്ലാരും ഒരേപോലെ കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റിലേറ്റീവ്സിന്റെ പേടി, അയ്യോ ഈ സെലിബ്രിറ്റീസ് ഉള്ളതിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും, സെലിബ്രിറ്റീസിന്റെ പേടി അവരുടെ റിലേറ്റീവ്സ് ഫുള്ളുള്ള പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എങ്ങനെ കയറി ചെല്ലും, ഫ്രണ്ട്സ് നിങ്ങൾ ഇതിപ്പോൾ ഇതിൽ ഏതിലാ പെടുക എന്ന് ചോദിക്കുന്ന ടീം ആദ്യത്തെ ദിവസം ഹൽദി കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാ ഫ്രണ്ട്സ്, ഏതാ റിലേറ്റീവ്സ്, ഏതാ സെലിബ്രിറ്റീസ് മനസ്സിലാവാത്ത രീതിയിലാണ് പിറ്റത്തെ ദിവസം മുതൽ ഞങ്ങൾ കാണുന്ന എല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന പോലെ ഞാൻ പ്രോബബ്ലി എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മുതൽ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്. എനിക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ് വന്നിരുന്നു, അത് ചെയ്തില്ല. ഒരു തെലുഗ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രയോറിറ്റി ലൈഫ്, അല്ലെങ്കിൽ എന്റെ പ്രയോറിറ്റി വാസ് ദിസ്. എനിക്ക് മറ്റേതൊന്നും എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ചെയ്യാത്ത കാര്യമാണ്. കാരണം ഞാൻ അത്രയും കാലം ഞാൻ അതിനു വേണ്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ അഡാപ്റ്റബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ ഗോഡ്സ് ഗ്രേസ്, എനിക്ക് വീണ്ടും ഒരു തമിഴ് വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് വന്നു, അതിപ്പോൾ റിലീസായി ഈ ഒരു സമയത്ത്. സോ ഓംകാളി ജയകാളി, സോ തിങ്സ് വിൽ കം ബാക്ക് ടു യു. പക്ഷെ ആ സമയത്ത് എന്റെ പ്രയോറിറ്റി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഹണിമൂണിന് നമ്മൾ എവിടെ പോകും എന്ന് ചോദിക്കലായിരുന്നില്ല, ഇയാളെ നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് നോക്കുന്നതായിരുന്നു.